ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഏവരെയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നാം കാണുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അതായത്, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ, ആമേൻ. ഇതാണ് ആ ഭാഗം എന്ന് നമുക്കറിയാം. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ മറിയമേ ദൈവമാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ, ആമേൻ എന്നതിന്റെ മറ്റൊരു രൂപമുണ്ട്. ഒന്നാം ഭാഗത്തിൽ നാം കേട്ടു, ഈ പ്രാർത്ഥന ആദ്യം പൊതുവായി അവതരിപ്പിച്ചത് സെയിന്റ് ബെർണാഡോ സിയന്ന ആണ്. തെൻഗ്രോസ് സെനഗദോസ് ഈ പ്രാർത്ഥന അംഗീകരിച്ചു. ഈ പ്രാർത്ഥന വിശ്വാസികൾക്കായി ലഭിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനയാണ് നാം ഇന്ന് വിശദമായി നോക്കുന്നത്. പരിശുദ്ധ മറിയമേ. വിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു രൂപം തന്നെയാണ് പരിശുദ്ധ മറിയമേ. കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടു, വിശുദ്ധരെക്കാളും മാലാഖമാരെക്കാളും ഉയർന്ന ആദരവും ബഹുമാനവും വണക്കവുമാണ് കന്യകാമറിയത്തിന് നാം നൽകുന്നത്. അതായത് ഹൈപ്പർബോളിയ. അക്കാരണത്താലാണ് മറിയത്തെ പരിശുദ്ധ മറിയം എന്ന് നാം പറയുന്നത്. അടുത്തതായി തമ്പുരാന്റെ അമ്മയെ. ഇത് ദൈവമാതാവേ എന്ന വാക്കിന്റെ മറ്റൊരു രൂപമാണ്. നാം പല പാട്ടുകളിലും ദേവമാതാവേ എന്നാണ് കേട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ദൈവമാതാവാണ്. ഇത് പല വിവാദങ്ങൾക്കും വിധേയമായ ഒരു വാക്കാണ്. തമ്പുരാന്റെ അമ്മ എന്ന് നാം പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മറിയം പ്രസവിച്ചത് ഒരു സാധാരണ മനുഷ്യനെയല്ല, ദൈവപുത്രനെയാണ്. ദൈവപുത്രനെ പ്രസവിച്ചതിനാൽ അവൾ ദൈവമാതാവ്, ദൈവപുത്രന്റെ അമ്മ എന്ന അർത്ഥത്തിൽ വിളിക്കപ്പെടും. ഗ്രീക്കിൽ ഈ പദം തിയോടോക്കോസ് എന്നാണ്. ബർത്ത് ഗിവർ ഓഫ് ഗോഡ് എന്നാണ് ഇതിനർത്ഥമായിട്ട് വരുന്നത്. യേശു തമ്പുരാന്റെ, ദൈവപുത്രന്റെ, തമ്പുരാന്റെ അമ്മേ എന്ന് നാം പറയുന്നത്. അല്ലാതെ ഒരിക്കലും പരിശുദ്ധ ത്രിത്വത്തിന്റെ അമ്മ എന്ന അർത്ഥത്തിലല്ല. തിയോടോക്കോസ് എന്ന പദം AD 431 എഫസോസ് കൗൺസിലാണ് അംഗീകരിച്ചത്. ഇതിന് കാരണമായി കൗൺസിൽ പറയുന്നത് യേശു ഒരേ സമയം ദൈവവും അതേസമയം മനുഷ്യനുമായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യനായ ദൈവത്തെ പ്രസവിച്ച മറിയം ദൈവപുത്രന്റെ അമ്മ, തമ്പുരാന്റെ അമ്മ എന്നെല്ലാം പറയുന്നത്. അടുത്തതായി പറയുന്നത് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. ഇവിടെ പാപികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പാപം ചെയ്തു പോയ എല്ലാവരുമാണ്. ഈ ലോകത്ത് ആരാണ് പാപം ചെയ്യാത്തത്? ആരുമില്ല. അതിനാൽ തന്നെ ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഒരു കുടുംബത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകൾ മാത്രമാണ് പാപികൾ എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇടവക ദൈവാലയത്തിൽ ഇത് ചൊല്ലുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയുള്ള പാപികൾ, അതായത് ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കാം. വീണ്ടും പറയുന്നത് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം. ഇതിലൂടെ നാം നിരന്തരം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോഴും എന്നത് ഈ ജീവിതത്തിൽ ഉടനീളം. മരണസമയം എന്ന് എടുത്തു പറയുവാൻ കാരണം മരണസമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ബുദ്ധി ഉണ്ടാകുന്നു, ചിന്ത ഉണ്ടാകുന്നു, അതിനുള്ള മനസ്സുണ്ടാകുന്നു, അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ മരണസമയത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. അടുത്തതായി തമ്പുരാനോട് അപേക്ഷിക്കൽ എന്നുള്ള വാക്കാണ്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഈ പ്രാർത്ഥന പോകുന്നത് കർത്താവിന്റെ അടുത്തേക്കാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ മാതാവിനെ നാം ഒരിക്കലും ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നതേയുള്ളൂ. അതിനാൽ തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നാം ചൊല്ലുന്ന കാര്യങ്ങളെല്ലാം തമ്പുരാനോട് അപേക്ഷിക്കുന്നതിനായി കന്യകാമാതാവിന്റെ മാധ്യസ്ഥം നാം യാചിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന ലക്ഷ്യം വെക്കുന്നത് കർത്താവിനോടാണ്. മാതാവിനോട് കർത്താവിന്റെ അടുത്ത് ഈ പ്രാർത്ഥന എത്തിക്കുവാനുള്ള ഒരു മാധ്യസ്ഥം മാത്രമാണ് നാം തേടുന്നത് എന്ന് മനസ്സിലാക്കും. ഈ കേട്ട കാര്യങ്ങളിലൂടെയെല്ലാം നന്മ നിറഞ്ഞ മറിയമേ നാം എന്തുകൊണ്ട് ചൊല്ലുന്നു, ഇതിന്റെ ചരിത്രം എന്ത് എന്നൊക്കെ കുറച്ചൊക്കെ നാം മനസ്സിലാക്കി. ഇനി മുതൽ നമുക്ക് ഏറ്റവും ബഹുമാനത്തോടെ, വണക്കത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ, ഭക്തിപൂർവ്വം നന്മ നിറഞ്ഞ മറിയമേ നമുക്ക് ചൊല്ലാം. നമ്മെ ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ, ആമേൻ.